ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള പ്രചരണങ്ങൾ അവസാന ഘട്ടം കടക്കുകയാണ്. ഇനി നിശബ്ദ പ്രചാരണവും മറ്റന്നാൾ തെരഞ്ഞെടുപ്പുമാണ് നടക്കാനിരിക്കുന്നത്. വളരെയധികം ദിവസങ്ങൾ നീണ്ട ഇഞ്ചോടിഞ്ച് പ്രചരണ ചൂടിന് അതിന്റെ ആവേശം ഏറ്റവും അധികം പ്രതിഫലിക്കുന്ന നിലയിൽ കേരളത്തിലാകമാനം 20 ലോക്സഭാ മണ്ഡലങ്ങളിലും വലിയ ആവേശത്തിൽ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ടി.പി. പ്രശാന്ത് കൂടി ചേരുന്നുണ്ട് കോട്ടയത്ത് നിന്ന്. പ്രശാന്ത്, എങ്ങനെയാണ് കൊട്ടിക്കലാശത്തിന്റെ അവസാന നിമിഷങ്ങൾ? ഏറ്റവും ഒടുവിൽ പങ്കുവയ്ക്കാൻ കഴിയുന്ന എല്ലാ മുന്നണികളുടെയും ആവേശ ചിത്രങ്ങൾ എങ്ങനെയാണ് പ്രശാന്ത്? നിരവധി പ്രവർത്തകർ ഇവിടെ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർ പോലീസ് സ്റ്റേഷൻ മൈതാനത്തിന് തിരുനെല്ലിക്കും സമീപമായി ഉറപ്പിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി വീണവാസ് മുന്നിലേക്ക് കടന്നു വരും. എന്തായാലും 42 ദിവസക്കാലം തങ്ങൾ ഉയർത്തിയ പ്രചരണ പ്രവർത്തനങ്ങൾ ഈ മണ്ഡലത്തിലെ ജനങ്ങൾ ഏതു തരത്തിൽ ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയും അതിന്റെ ആവേശവുമെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരുണ്ട്. അതുകൊണ്ട് തന്നെ ആ ആവേശം വലിയ അലകടലായി തീർന്നിരിക്കുന്ന സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് ഇവിടെ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന പോലെ നിരവധി വിദ്യാർത്ഥികളും വനിതകളും എല്ലാവരും തന്നെ ഈ ഒരു കലാശക്കൊട്ടിലേക്ക് എത്തിയിരിക്കുന്നു. അങ്ങനെ വളരെയധികം ആവേശം നിറയുന്ന ഒരു അന്തരീക്ഷം തന്നെയാണ് തിരുനക്കരയിൽ കാണാനാകുന്നത്. അതേസമയം UDF ആകട്ടെ ഇവിടെ നേരത്തെ തന്നെ വലിയ തരത്തിലുള്ള കൊട്ടിക്കലാശം നടത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അവർ നഗരം കേന്ദ്രീകരിക്കാതെ ഒരു ചെറു പ്രകടനമായതിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. സ്ഥാനാർത്ഥികളും ഇവിടെ എത്തിയിട്ടുണ്ട്. NDA സ്ഥാനാർത്ഥി PC തോമസ് ഇവിടെ എത്തിയിരിക്കുന്നു. കാരണം PC തോമസ് ഇപ്പോൾ തിരുനക്കരയിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇവിടെ നിന്നും അവരെ പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നു. അല്പസമയത്തിന് തന്നെ ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ സ്ഥാനാർത്ഥി ഇവിടെ എത്തിച്ചേരും. എന്തായാലും വലിയ ആവേശത്തിലേക്ക് തന്നെയാണ് ഈ പ്രചരണ പ്രവർത്തനങ്ങൾ പോകുന്നത്. ആവേശം അലകടലായി മാറുന്ന ഒരു കാഴ്ചയാണ് കോട്ടയത്ത് കാണാനാകുന്നത്. സുരക്ഷയുടെ ഭാഗമായി നിരവധി പോലീസുകാരെ വിന്യസിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ അല്ലെങ്കിൽ യാതൊരു തരത്തിലുള്ള സംഘർഷങ്ങളിലേക്കും പോകാനുള്ള സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. അത് എല്ലാ മുന്നണികളും ഇതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിരിക്കുന്നു. എന്തായാലും വളരെ ആവേശത്തിലേക്ക് കടന്നിരിക്കുന്നു. ആവേശം അലകടലായി മാറുന്നു. അങ്ങനെ ഓരോ പ്രവർത്തകരും തങ്ങളുടെ മുന്നണി സ്ഥാനാർത്ഥി വിജയിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അവസാനഘട്ട കൊട്ടിക്കലാശത്തിലേക്ക് പോകുന്നു. അതിനുശേഷമാണ് നിശബ്ദ പ്രചരണത്തേക്ക് ചുവടുവെക്കുന്നത്. എന്തായാലും 42 ദിവസക്കാലം തങ്ങൾ ഉയർത്തിയിട്ടുള്ള വിവരങ്ങൾ വ്യക്തമാണ്. വീണ്ടും പ്രശാന്തിലേക്ക് എത്താം. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് അനൂപ് KR കൂടി ചേരുന്നുണ്ട്. അനൂപ്, ഇപ്പോൾ പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 1 മാസത്തിലധികം നീണ്ട വലിയ പ്രചരണമാണ് രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും കേരളത്തിൽ നടത്തിയത്. അതിന്റെ ആവേശം അതുപോലെ കലാശക്കൊട്ടിൽ അലതല്ലുന്നുണ്ടോ വയനാട്ടിൽ പ്രത്യേകിച്ചും അനൂപ്? വടകരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. P. ജയരാജന് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് അണികളും പാർട്ടി പ്രവർത്തകരും മുന്നണി പ്രവർത്തകരും ഒത്തുചേർന്നുള്ള ദൃശ്യങ്ങൾ. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലും ആവേശകരമായ പ്രചരണ സമാപനമാണ് നടക്കുന്നത്. അല്പസമയത്തിനകം കലാശക്കൊട്ട് നടക്കാൻ പോവുകയാണ്. അതിനുശേഷം നിശബ്ദ പ്രചരണവും മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് കേരളത്തിലെ വോട്ടർമാർ എത്തുകയാണ്. ഇതിനോടകം ആലപ്പുഴയിൽ നിന്ന് ഷാജഹാൻ നമ്മളോടൊപ്പം ഉണ്ടെന്ന് കരുതുന്നു. ഷാജഹാൻ, ആലപ്പുഴയിൽ എന്താണ് വിശദാംശങ്ങൾ? ആലപ്പുഴയിലും മാരാരിക്കുളവുമായി 2 മണ്ഡലങ്ങളാണല്ലോ ലോക്സഭാ മണ്ഡലങ്ങൾ. എങ്ങനെയാണ് കലാശക്കൊട്ടിന്റെ ആവേശം അവിടെ പ്രതിഫലിക്കുന്നത്? ഷാജഹാൻ പറയൂ. ഹലോ ഷാജഹാൻ, കേൾക്കാമോ? ഷാജഹാൻ, എങ്ങനെയാണ് ആലപ്പുഴയും മാരാരിക്കുളം അടക്കമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ചൂട് എത്രമാത്രം ആവേശത്തോടു കൂടി കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നു? എങ്ങനെ പ്രതിഫലിക്കുന്നു പ്രവർത്തകരുടെ ആവേശം? വളരെയധികം ആവേശത്തോടു കൂടിയുള്ള ഒരു കൊട്ടിക്കലാശത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ വേദിയായിരിക്കുന്നത്. ആലപ്പുഴയിലാണ്
പൊട്ടിക്കലാശത്തിന് വേണ്ടിയാണ് ആലപ്പുഴ പശ്ചിമ ബംഗാളിലാണ്. ഇപ്പോൾ ആലപ്പുഴ പശ്ചിമ ബംഗാളിൽ നിന്നുള്ളത് നൂറ്റൊന്ന് ആഴ്ചയിലെത്തുന്ന അതായത് അവസാന പതിപ്പിലാണ് അതിന്റെ അല്പസമയം കൊണ്ട് ഓരോ സ്ഥലത്തും ഓരോ കേന്ദ്രങ്ങളാണ് അന്വേഷിക്കുന്നത്. ബിജെപിക്ക് മുന്നേ ഭാരതത്തിലാണ് സമയം അനുവദിക്കുന്നത്. അതോടൊപ്പം പശ്ചിമ ബംഗാളിലാണ് LDF സ്ഥാനാർത്ഥിക്ക് നൽകിയിരിക്കുന്ന വേദി. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥിക്ക് വട്ടപ്പള്ളിയിലാണ് വേദി നൽകിയിരിക്കുന്നത്. ഇതിൽ SDPIയുടെ ചില പ്രവർത്തകർ LDFന്റെ വേദിയിലേക്ക്, അതായത് ഇതിന്റെ പൊട്ടിക്കലാശം നടക്കുന്ന സ്ഥലത്തേക്ക് SDPIയുടെ പ്രവർത്തകർ വന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ശ്രമം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പോലീസുകാരും അതോടൊപ്പം DYFIയുടെ പ്രവർത്തകരും ഒക്കെ തന്നെ വളരെ മാറ്റുന്നതിനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഓരോ കേന്ദ്രത്തിലും അവർക്ക് പ്രത്യേക സ്ഥലങ്ങളാണ് ജില്ലാ ഭരണകൂടം നിശ്ചയിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള പ്രദേശങ്ങളിൽ മാത്രമേ ഓരോ സ്ഥാനങ്ങളിലേക്കും സാധിക്കുകയുള്ളൂ. അതിനാവശ്യമായ മുൻഗണന സ്ഥലം അന്വേഷിച്ചുകൊടുക്കുന്നതാണ്. ഈ പ്രദേശത്തേക്കാണ് ഇപ്പോൾ SDPIയുടെ പ്രവർത്തകർ വന്നിട്ട് അലങ്കാരം ഉണ്ടാക്കാനുള്ള കല്യാണങ്ങളിലേക്ക് സമാധാനപരമായ ഇത്തരം ഷാജഹാനാണ് ആലപ്പുഴയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധികൾ അപ്പോഴപ്പോഴുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് സിബി ജോസഫ് കൂടി ചേരുന്നു. സിബി, അക്ഷരാർത്ഥത്തിൽ യുവത്വങ്ങൾ തമ്മിലുള്ളൊരു പോരാട്ടം കൂടിയാണ് എറണാകുളത്ത് നടക്കുന്നത്. അത് അതേപടി കലാശക്കൊട്ടിലേക്ക് എത്തുമ്പോഴും അവിടുത്തെ പോരാട്ട ചൂടിൽ കലാശക്കൊട്ടിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോൾ പ്രതിഫലിക്കുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സിബി ജോസഫ്? സിബി കേൾക്കാമോ? സിബി കേൾക്കുന്നുണ്ടോ? കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും വോട്ടർമാർ ഒരു ദിവസത്തിനപ്പുറം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ പോവുകയാണ്. അതിനിർണായകമായ ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിനെയാണ് രാജ്യം അഭിമുഖീകരിക്കാൻ പോകുന്നത്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്കാണ് കേരളത്തിൽ കലാശക്കൊട്ട് വീഴാൻ പോകുന്നത്. അല്പസമയത്തിനകം അതിന്റെ ആവേശം അതേ അർത്ഥത്തിൽ 20 മണ്ഡലങ്ങളിലും കലാശക്കൊട്ട് നടക്കുന്ന വേദികളിൽ പ്രതിഫലിക്കുന്നു. വിവിധ സ്ഥലങ്ങളിൽ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലെ കലാശക്കൊട്ട് നടക്കാൻ പോകുന്ന കേന്ദ്രങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭ്യമായി കൊണ്ടിരിക്കുന്നത്. സിബി ജോസഫ്, സിബി കേൾക്കുന്നുണ്ടോ? സിബി, തീർച്ചയായും വളരെ വലിയ ആവേശം തന്നെ എറണാകുളം ലോക്സഭാ മണ്ഡലത്തില് കൊട്ടിക്കലാശം അവസാന ലാപ്പിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു. എന്തായാലും നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ വലിയ ആവേശമാണ് എങ്ങുമുള്ളത്. ഈ ഒരു ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും എറണാകുളം നഗരം ഒന്നാകെ അക്ഷരാർത്ഥത്തിൽ ഒരു ചെങ്കടലായി മാറിയിരിക്കുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ പി രാജുവിന്റെ നേതൃത്വത്തിൽ ഒരു എല്ലാ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ട് വലിയ ആവേശത്തോടെയാണ് എറണാകുളത്ത് പാലാരിവട്ടം ജംഗ്ഷനിലേക്ക് കൊട്ടിക്കലാശത്തിന് വേണ്ടി സ്ഥാനാർത്ഥിയും മറ്റും അണികളെന്ന് എത്തിയത്. വലിയ ആവേശത്തോടെ ബൈക്ക് റാലികൾ ഉൾപ്പെടെ വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ചുവപ്പ് പതാക ഏന്തിക്കൊണ്ട് ചെങ്കൊടി ഏന്തിക്കൊണ്ട് വലിയ ആവേശത്തോടെ എറണാകുളം മണ്ഡലത്തെ ആകെ ചുവപ്പ് അണിയിച്ചുകൊണ്ട് ആവേശജനകമായ ഒരു കൊട്ടിക്കലാശത്തിലേക്കാണ് നീങ്ങുന്നത്. അവസാന ലാപ്പിലേക്ക് നീങ്ങുമ്പോൾ പരസ്യ പ്രചാരണം സമാപിക്കുമ്പോൾ സ്ഥാനാർത്ഥിയായി ഇത്തവണ ഈ എറണാകുളം മണ്ഡലം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഇടതുപക്ഷം രംഗത്തിറക്കിയത്. അദ്ദേഹം ആദ്യഘട്ടത്തിൽ തന്നെ അദ്ദേഹം മണ്ഡലത്തിറങ്ങുകയും ഉടനീളം 3 വട്ടം അദ്ദേഹത്തിന്റെ പൊതുപര്യടനം ഉൾപ്പെടെ എല്ലാ
പ്രചരണവും അദ്ദേഹം പൂർത്തിയാക്കിയ ശേഷമാണ് അദ്ദേഹം ഇന്നലെ റോഡ് ഷോയിലേക്ക് നീങ്ങിയത്. ഇന്ന് മെഗാ റോഡ് ഷോ 7 നിയമസഭാ മണ്ഡലങ്ങളുടെയും മെഗാ റോഡ് ഷോ നടത്തിയ ശേഷം അദ്ദേഹം ഈ പാലയോട്ടം ജംഗ്ഷനിലേക്കാണ് വലിയ രീതിയിലുള്ള വളരെ സമാധാനപരമായ രീതിയിൽ വലിയ ആഘോഷത്തോടുള്ള കൊട്ടിക്കലാശമാണ് നീങ്ങുന്നത്. ഈ കൊട്ടിക്കലാശത്തിനിടയിലേക്ക് SDPI പ്രവർത്തകർ അല്പസമയം മുമ്പ് ഇവിടെ ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഒരു സംഘർഷ സാധ്യത അല്ലെങ്കിൽ ഒരു സംഘർഷം ഉണ്ടാക്കണമെന്ന രീതിയിൽ SDPI പ്രവർത്തകർ അവരെ കൊടിയുമെത്തിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് ഒരു ബൈക്ക് റാലി പോലെ സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ പോലീസ് എത്തി ഇവരെ മാറ്റുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സംഘർഷം ഒഴിവാക്കാനുണ്ടായത്. ഇത്തരത്തിലെല്ലാം തന്നെയും ഈ ഇടതുപക്ഷത്തിന്റെ വലിയൊരു ശക്തി പ്രകടനം കണ്ട് അമ്പരക്കുന്ന UDF BJP പ്രവർത്തനമാണ് അവിടെ ഉള്ളത്. എന്തായാലും ആവേശം അലതല്ലിക്കൊണ്ട് വളരെ വലിയ രീതിയിലുള്ള ആവേശജനകമായ ഒരു കൊട്ടിക്കലാശത്തിലേക്ക് എറണാകുളം ലോക്സഭ രാജീവ് എന്ന അതിശക്തനായ നേതാവ് എറണാകുളത്ത് തന്നെ ഏകദേശം 3 പതിറ്റാണ്ട് കാലമായി എറണാകുളം നിവാസികൾക്ക് പരിചിതനായ സുപരിചിതനായ പി രാജീവ് അദ്ദേഹത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം രാജ്യസഭാംഗം എന്ന നിലയിൽ അദ്ദേഹം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്ന് അക്കമിട്ട് നിർത്തിക്കൊണ്ടാണ് അദ്ദേഹം ഈ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് അദ്ദേഹം ജനവിധി തെളിയത്. നേരത്തെ നമുക്കറിയാം രാജ്യസഭ MP എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ കാലാവധി പൂർത്തിയാക്കിയ സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പാർലമെന്റിൽ യാത്രാ സമ്മേളനം നടത്തി പാർട്ടികൾ ഒന്നടങ്കം പറഞ്ഞത് പി രാജീവിനെ വീണ്ടും CPIM പാർലമെന്റിലേക്ക് വരുത്തണമെന്നുള്ളതായിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിൽ നല്ല രീതിയിൽ പാർലമെന്റിൽ പ്രകടനം കാഴ്ചവെച്ച ആളാണ് പി രാജീവ്. എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ എറണാകുളം മണ്ഡലത്തിൽ ഒന്നാകെ വലിയ വികസന പ്രവർത്തനങ്ങൾ ആതുര സേവന രംഗത്തും വ്യവസായ രംഗത്തും എല്ലാം തന്നെയും വിദ്യാഭ്യാസ രംഗത്തെല്ലാം തന്നെയും വളരെ വലിയ വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച നേതാവാണ് പി രാജീവ്. അങ്ങനെ എല്ലാ രീതിയിലും സമ്പന്നനായ അല്ലെങ്കിൽ എല്ലാവർക്കും സ്വീകരണമായ പി രാജീവിന് എല്ലായിടത്തും വലിയ ആവേശത്തുള്ള സ്വീകരണമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ അതിനെയും പ്രചരണ രംഗങ്ങളിൽ ലഭിച്ചത്. എന്തായാലും UDF ക്യാമ്പ് വളരെയധികം അങ്കലാപ്പിലായിരുന്നു. പി രാജീവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തെ എതിരാളിയായി വളരെ വലിയ ആശങ്ക നിലനിന്നിരുന്നു. നിലവിലെ MP ആയ KV തോമസിനെ മാറ്റുന്നതുൾപ്പെടെ കോൺഗ്രസിൽ ആലോചനയുണ്ടായി. അതിനെ തുടർന്ന് ഈ KV തോമസ് വളരെ വലിയ പ്രതിഷേധവുമായി പഠനപ്പെടുക്കവുമായി പരസ്യമായി രംഗത്ത് വന്ന സാഹചര്യമുണ്ടായി. പിന്നീടാണ് എതിർ സ്ഥാനാർത്ഥിയായി ഹൈബീഡ് നിശ്ചയിക്കുന്നത്. അതായത് പി രാജീവ് ഈ മണ്ഡലത്തേക്ക് വന്നതോടെ UDF ക്യാമ്പ് ആദ്യം തന്നെ ആശങ്കപ്പെടുന്ന സാഹചര്യമുണ്ടായി. ആ ആശങ്ക ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. എന്തായാലും ആദ്യം ഇറങ്ങിയ അതേ ആവേശത്തോടെ പി രാജീവിന്റെ ഈ പ്രചരണ പ്രവർത്തനങ്ങൾ ഇപ്പോഴും മുന്നോട്ട് പോകുന്നു. എന്തായാലും ഈ പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുമ്പോൾ വളരെ വലിയ ആവേശമാണ് പ്രവർത്തകർക്കുള്ളത്. അദ്ദേഹം ഈ മണ്ഡലത്തിൽ നടപ്പാക്കിയ പരിപാടികൾ കൂടാതെ CPM ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലയിൽ 2015 മുതൽ 2018 വരെ കഴിഞ്ഞ 3 വർഷക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എല്ലാ രീതിയും ഭക്ഷ്യരഹിത പച്ചക്കറി അല്ലെങ്കിൽ ജൈവ ജീവിത പദ്ധതി പോലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ എല്ലാ രീതിക്കും വളരെ ആവേശജനമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച അദ്ദേഹത്തിന് വലിയ സ്വീകരണമാണ് മണ്ഡലത്തിലുടനീളം ലഭിക്കുന്നത്. എന്തായാലും പി രാജീവിന് ഈ പാർലമെന്റിലേക്ക് അയക്കാൻ വേണ്ടി എറണാകുളത്ത് നൽകിയ ആ അവസരം വലിയ രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നു എന്ന ഒരു ഉറച്ച വിശ്വാസത്തോടെ ഈ മണ്ഡലത്തിലേക്ക് വോട്ടർമാർ ഒന്നടങ്കം എത്തുന്നു. സാംസ്കാരിക രംഗത്തെ പ്രമുഖരെത്തുന്നു, സിനിമാ രംഗത്തെ പ്രമുഖരെത്തുന്നു. അങ്ങനെ എല്ലാ മേഖലയിൽ നിന്നും അദ്ദേഹത്തിന് വലിയ പിന്തുണ ലഭിക്കുന്നത്. ഈ കൊട്ടിക്കലാശത്തിൽ പോലും സിനിമാ മേഖലയിൽ നിരവധി പേർ എത്തിയിട്ടുണ്ട്. അങ്ങനെ വലിയ ആവേശത്തോടെ എറണാകുളം മണ്ഡലത്തിലെ പി രാജീവിന്റെ കൊട്ടിക്കലാശവും നീങ്ങുന്നു. ഏതാനും മണിക്കൂറുകൾ മാത്രമേ മിനിറ്റുകൾ മാത്രമേ ബാക്കിയുള്ളൂ. വലിയ ആവേശത്തോടുള്ള ശരി സിബി, ഏതായാലും വീണ്ടും എറണാകുളത്തെ കൊട്ടിക്കലാശത്തിന്റെ വിശേഷങ്ങളിലേക്കും വിവരങ്ങളിലേക്കും എത്താം. ഏതായാലും ആവേശകരമായ ഏറ്റുമുട്ടൽ തന്നെയാണ് UDF-ഉം ഇടതുപക്ഷവും തമ്മിൽ എറണാകുളത്ത് നടക്കുന്നത്. പ്രത്യേകിച്ചും പി രാജീവും ഹൈബീഡിനെയും പോലെ യുവാക്കളാണ് എതിർ സ്ഥാനാർത്ഥികൾ എന്നത് കൂടുതൽ ആവേശം പകരുന്നുണ്ട് എന്നാണ് സിബി നൽകുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത്. വലിയ ആവേശകരമായ പ്രതികരണങ്ങൾ കലാശക്കൊട്ടിൽ ഉണ്ടാകുന്നു. ഇപ്പോൾ വയനാട്ടിൽ നിന്നും അനൂപ് KR കൂടി ചേരുന്നുണ്ട്. അനൂപ്, ദേശീയ ശ്രദ്ധ കൂടിയുള്ള മണ്ഡലമാണ്. ഇടതുപക്ഷം അതിന്റെ ശക്തി അക്ഷരാർത്ഥത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ടോ വയനാട്ടിൽ? എങ്ങനെയാണ് വയനാട്ടിലെ കലാശക്കൊട്ടിന്റെ ഇപ്പോൾ പങ്കുവയ്ക്കാൻ കഴിയുന്ന വിവരങ്ങൾ? അനൂപ്, വയനാട്ടിലേക്ക് എത്താം. ഏതായാലും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരസ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം അല്പസമയത്തിനകം കലാശക്കൊട്ടോടുകൂടി അവസാനിക്കാൻ പോകുന്നു. ഒരു ദിവസത്തെ നിശബ്ദ പ്രചരണത്തിന് ശേഷം മറ്റന്നാൾ കേരളത്തിലെ വോട്ടർമാർ നിർണായകമായ വിധി രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തും. 1 മാസത്തോളം അതിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചരണം, വിവിധ വിഷയങ്ങളിലൂന്നിയുള്ള തെരഞ്ഞെടുപ്പ്
ആശയ സംവാദങ്ങൾ, അതിനൊക്കെ ശേഷമുള്ള കലാശക്കൊട്ട്, പരസ്യ പ്രചരണത്തിനുള്ള കലാശക്കൊട്ടിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളും ആവേശത്തിന്റെ കൊടുമുടിയിലാണ്. പ്രവർത്തകരും അണികളും മുന്നണി സംവിധാനങ്ങളും എല്ലാം, സാധാരണ പ്രവർത്തകരെല്ലാം കലാശക്കൊട്ടിന് തയ്യാറായി അവരവർക്ക് തീരുമാനിക്കപ്പെട്ട വേദികളിലേക്കും കേന്ദ്രങ്ങളിലേക്കും എത്തിയിട്ടുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നിന്ന് വീണ്ടും അനൂപ് KR ചേരുന്നു. അനൂപ്, ദേശീയ ശ്രദ്ധ കൂടിയുള്ള ലോക്സഭാ മണ്ഡലമാണ്. ഇടതുപക്ഷം അതിന്റെ ശക്തി ഏറ്റവും നിർണായകമായി തെളിയിക്കേണ്ട ഇടം കൂടിയാണ്. കലാശക്കൊട്ടിലും അത് പ്രതിഫലിക്കുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് അനൂപ്? വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ പരിപാടികൾ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ കൽപ്പറ്റ ചുക്കം ജംഗ്ഷനിൽ LDF ഇപ്പോൾ തീർച്ചയായും ഞങ്ങളുടെ റിപ്പോർട്ടർമാരെല്ലാം കലാശക്കൊട്ട് നടക്കുന്ന തിരക്കുകൾക്കിടയിലാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും കലാശക്കൊട്ട് നടക്കുകയാണ്. തെരഞ്ഞെടുപ്പിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി അല്പസമയം മുൻപ് മുഖ്യ തെരഞ്ഞെടുപ്പ് ചുമതലക്കാരൻ കൂടിയായ ടിക്കാറാം മീണ അറിയിച്ചിരുന്നു. ഏതായാലും പരസ്യ പ്രചരണവും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വോട്ട് ചോദിക്കലും അടക്കമുള്ള കാര്യങ്ങൾ 1 മാസത്തിലധികം കേരളത്തിൽ നീണ്ടുനിന്നു. വിവിധ സ്ഥാനാർത്ഥികളും വിവിധ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും വലിയ തരംഗമാണ് കേരളത്തിൽ സൃഷ്ടിച്ചത്. അതിന്റെ പ്രതിഫലനമായിരിക്കും മറ്റന്നാൾ കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തിൽ രേഖപ്പെടുത്തുക. ഏതായാലും പരസ്യ പ്രചരണത്തിന് സമാപനം കുറിക്കപ്പെടുന്നു. ഇന്ന് 6 മണിയോടുകൂടി ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. കഴിഞ്ഞ 1 മാസത്തിലധികം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ എല്ലാ ആവേശവും പ്രതിഫലിക്കുന്ന നിലയിലാണ് ഇപ്പോൾ കലാശക്കൊട്ടിലേക്ക് വിവിധ ലോക്സഭാ മണ്ഡലത്തിന്റെ കലാശക്കൊട്ടിന്റെ കേന്ദ്രങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. വിവിധ മുന്നണികളെ പ്രതിനിധീകരിച്ച് നേതൃത്വങ്ങളും ഒപ്പം പ്രവർത്തകരും സാധാരണക്കാരും എല്ലാം കലാശക്കൊട്ടിന്റെ ആവേശത്തിൽ മുഴുകിയിരിക്കുന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങളും ദൃശ്യങ്ങളുമാണ് നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് വീണ്ടും സിബി ജോസഫ് ചേരുന്നുണ്ട്. നേരത്തെ സിബി പറഞ്ഞതുപോലെ UDF-ഉം LDF-ഉം തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം നടക്കുന്ന മണ്ഡലമാണ് എറണാകുളം. പ്രത്യേകിച്ച് അക്ഷരാർത്ഥത്തിൽ 2 യുവാക്കൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു. അതിന്റെ പ്രതിഫലനങ്ങളെല്ലാം ഈ കലാശക്കൊട്ടിൽ കാണുന്നുണ്ടോ? തീർച്ചയായും അതിന്റെ പ്രതിഫലം ഉള്ളതിനെയും ഈ കലാശക്കൊട്ടിൽ നമുക്ക് കാണാൻ കഴിയും. അക്ഷരാർത്ഥത്തിൽ എറണാകുളം നഗരം ആകെ ചൂപ്പണഞ്ഞു നിൽക്കുകയാണ്. നമുക്കറിയാം ഈ പി രാജീവ് എന്ന വ്യക്തി പ്രഭാവത്തെ ഈ എറണാകുളം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച അന്ന് മുതൽ തന്നെ UDF ക്യാമ്പിൽ വളരെ ആശങ്ക KV തോമസിന് സീറ്റ് നിശ്ചയിക്കാൻ തന്നെ അത് കാരണമായി. അത് വലിയ പരസ്യ പ്രശ്നത്തിലേക്കും പരസ്യ പ്രതിഷേധത്തിലേക്കും കാരണമായി. ഒരു പക്ഷേ ആ നിലവിലെ എംപിയായ KV തോമസ് അദ്ദേഹം BJP-യിലേക്ക് പോകുമെന്ന ഒരു സൂചന വരെ നൽകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. അതായത് പി രാജീവിനെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതോടെ വലിയ ആശങ്ക UDF ക്യാമ്പിൽ തുടക്കത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് ആര് അദ്ദേഹത്തിന് എതിരാളിയാകും എന്നൊരു ആശങ്കയായിരുന്നു UDF ക്യാമ്പിലുള്ളത്. ഒടുവിലാണ് അവർ എറണാകുളം MLA ആയ ഹൈബി എന്ന സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അതിനുശേഷവും പഠനത്തിടക്കവും പരസ്യ പ്രതിഷേധത്തിന് ശേഷവും ഈ UDF ക്യാമ്പ് സജീവമാണെന്ന് ഏകദേശം പി രാജീവിന്റെ പ്രചരണം 2ാം ഘട്ടം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. അതായത് ഏറ്റവും അവസരമായിട്ടാണ് UDF ഈ എറണാകുളം മണ്ഡലത്തിലേക്ക് എത്തിയത്. മാത്രമല്ല അതോടൊപ്പം തന്നെ NDA സ്ഥാനാർത്ഥിയായി അൽഫോൻസ് കണ്ണന്താനം എത്തിയതും ഏറ്റവും ഒടുവിലായാണ്. എന്തായാലും പ്രചരണ പ്രവർത്തനങ്ങൾ വളരെ വലിയ രീതിയിൽ മുൻപതിൽ നിന്ന ശേഷമാണ് മറ്റുള്ള സ്ഥാനാർത്ഥികൾ ഇപ്പോഴും പ്രചരണത്തിൽ വളരെയധികം പേരാകിയാണ്. പി രാജീവ് തന്റെ 3 വട്ട പ്രചരണം തുറന്ന വാഹനത്തിൽ പ്രചരണം മണ്ഡലത്തുടനീളം അദ്ദേഹം പൂർത്തിയാക്കി. അങ്ങനെ വലിയ ആവേശമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് എല്ലാ ദിവസവും അദ്ദേഹത്തിന് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും ലഭിച്ചിരുന്നത്. ആ ആവേശത്തിന്റെ ആളുകൾ ഇപ്പോൾ ആഞ്ഞടിക്കുന്ന അല്ലെങ്കിൽ ആളുകൾ തിരമാലകളെ പോലെ ചെന്നറായി മാറുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ എറണാകുളം നഗരത്തിൽ ഒന്നായി കാണാൻ കഴിയുന്നത്. അതുപോലെ സ്ഥാനാർത്ഥി കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരു മെഗാ റോഡ് ഷോ സംഘടിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ അതോടൊപ്പം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥികൾ വിവിധ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഒന്നടങ്കം നടത്തിയ മെഗാ ഷോ. കൂടാതെ സാമൂഹിക സാംസ്കാരിക സാഹിത്യ രംഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ പരസ്യമായ പിന്തുണ NS മാധവൻ അടക്കമുള്ള സാഹിത്യകാരന്മാർ അദ്ദേഹത്തിന് പരസ്യപിന്തുണ നൽകുന്നു. MK സാനുമാഷ് അടക്കമുള്ളവർ അദ്ദേഹത്തിന്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നുള്ള നിരവധി പേർ അദ്ദേഹത്തിന് വിനയ് പോട്ട് ഉൾപ്പെടെയുള്ളവർ നിരവധി പേർ അദ്ദേഹത്തിന് പരസ്യ പിന്തുണയുമായി എത്തുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ആവേശജനമായ ഒരു സ്വീകരണമാണ് അദ്ദേഹത്തിന് എങ്ങും ലഭിച്ചത്. കൂടാതെ അദ്ദേഹം CPIM ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ 2015 മുതൽ 18 വരെ 3 വർഷക്കാലം അദ്ദേഹം ഈ എറണാകുളത്തിന്റെ മണ്ണിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചപ്പോൾ അദ്ദേഹം നടത്തിയ കാർഷിക മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ, അദ്ദേഹത്തിന് ഭിക്ഷരഹിത പച്ചക്കറികൾ, ജൈവ ജീവിത പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികൾ അദ്ദേഹം വലിയ രീതിയിൽ ആവേശജനമായ രീതിയിൽ ജനങ്ങൾ ഏറ്റെടുക്കുന്ന സാഹചര്യമുണ്ടായി.
ശരി സിബി, ഏതായാലും സിബിയിലേക്ക് വീണ്ടും എത്താം. മറ്റൊരു ആവേശകരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന മണ്ഡലമാണ് തിരുവനന്തപുരം. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരസ്യ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കലാശക്കൊട്ട് അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. അതിന്റെ ആവേശകരമായ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് വിവിധ മണ്ഡലങ്ങളിലെ കലാശക്കൊട്ട് കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിയാണ് ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് നിന്നുള്ള വിശദാംശങ്ങൾ നൽകിയത്. KV തോമസിന്റെ ഒക്കെ വിപരീതമായ സമീപനം UDF ബാധിക്കുമെന്ന നിലയിൽ കൂടി സിബി ഈ അവസാന ഘട്ടത്തിൽ വിവരങ്ങൾ നൽകുന്നു. ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നുണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വിശദാംശങ്ങളുമായി. ജീവൻ, എങ്ങനെയാണ് ആറ്റിങ്ങലിലെ കലാശക്കൊട്ടിന്റെ പ്രതിഫലനങ്ങൾ ഉണ്ടാകുന്നത്? എവിടെയാണ് കലാശക്കൊട്ട് നടക്കുന്നത്? വലിയ ആവേശത്തിലാണോ മുന്നണി പ്രവർത്തകരെല്ലാം? ആനന്ദ്, ഒരുപക്ഷെ ആറ്റിങ്ങലിലാണ് ഇതിന്റെ ഇപ്പോൾ കലാശക്കൊട്ട് നടക്കുന്നത്. കേരളത്തിലെ തെക്കൻ കേരളത്തിലെ ഏറ്റവും ഇടതുപക്ഷത്തിന് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്ന് പൊതുവിൽ പരക്കെ വിലയിരുത്തപ്പെടുന്ന ആറ്റിങ്ങലിൽ LDF പ്രവർത്തകരുടെ ഒരു വലിയ ആവേശം തന്നെയാണ് ഇവിടെ പല മണ്ഡലങ്ങളിൽ കാണാൻ കഴിയുന്നത്. രാവിലെ സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയ്ക്ക് ശേഷം എല്ലാ നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രത്യേകമായ ഇപ്പോൾ കൊട്ടിക്കലാശമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ സ്ഥാനാർത്ഥിയും LDF നേതാക്കളും പ്രധാനമായും പങ്കെടുക്കുന്നത് ആറ്റിങ്ങൽ നഗരത്തിലെ കൊട്ടിക്കലാശത്തിലാണ്. അവിടെ ഇതിനോടകം LDF പ്രവർത്തകർ ഒരു വലിയ ആവേശവും ഓളവും ഉണ്ടാക്കി കഴിഞ്ഞു. വൈകുന്നേരത്തോടു കൂടി ഏതാണ്ട് 3 മണിയോടുകൂടി പല പഞ്ചായത്തുകളിൽ നിന്നും നഗരത്തിന്റെ പല പരിധിയിൽ നിന്നും വന്ന ആളുകൾ ആറ്റിങ്ങൽ നഗരത്തിൽ ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്തായി BJP പ്രവർത്തകരുടെ കൊട്ടിക്കലാശമുണ്ട്. എന്നാൽ UDF പ്രവർത്തകർക്ക് ഇന്ന് മണ്ഡലത്തിൽ കൊട്ടിക്കലാശമില്ല. അവിടെ അടൂർ പ്രകാശിന്റെ റോഡ് ഷോ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് അല്പസമയത്തിനകം കാട്ടാക്കടയിൽ സമാപിക്കും വിധമാണ് അവരുടെ ക്രമീകരണം. രാവിലെ ആറ്റിങ്ങലിൽ നിന്ന് ആരംഭിച്ച് വൈകിട്ട് കാട്ടാക്കടയിൽ സമാപിക്കും വിധത്തിലാണ് UDF കുട്ടിക്കലാശം റോഡ് ഷോ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എന്നാൽ LDF പ്രവർത്തകരുടെ കുട്ടിക്കലാശം മാത്രമാണ് ഇപ്പോൾ ആറ്റിങ്ങലിൽ നടക്കുന്നത്. ഒപ്പം ഒരു ചെറുഭാഗം BJP പ്രവർത്തകർ കൂടെ അവിടെ എത്തിയിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും എന്നതാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. LDF സ്ഥാനാർത്ഥി ഡോക്ടർ A സമ്പത്ത്, അതോടൊപ്പം LDF പ്രധാനപ്പെട്ട നേതാക്കൾ ശിവൻകുട്ടി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം തന്നെ ആറ്റിങ്ങലിലെ കുട്ടിക്കലാശത്തിൽ പങ്കെടുക്കുന്നു. ശരി ജീവൻ, വ്യക്തമാണ് വിശദാംശങ്ങൾ. ആറ്റിങ്ങലിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ചിത്രമാണ് ജീവൻ കുമാർ പങ്കുവച്ചത്. ഏതായാലും 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചരണം അവസാനിക്കുകയാണ്. മിനിറ്റുകൾക്കുള്ളിൽ കലാശക്കൊട്ട് നടക്കാൻ പോവുകയാണ് എല്ലായിടത്തും. പരസ്യ പ്രചരണം ഇന്ന് 6 മണിയോടുകൂടി അവസാനിക്കും. അതിനുശേഷം നിശബ്ദ പ്രചരണം, അതിനുശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇപ്പോൾ കാസർഗോഡ് നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് വലിയ ആവേശമുള്ള തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളാണ് ഉള്ളത്. സണ്ണി ജോസഫ് ചേരുന്നു, ഞങ്ങളുടെ പ്രതിനിധി. സണ്ണി, എങ്ങനെയാണ് കാസർഗോഡ് പ്രതികരിക്കുന്നത്? കലാശക്കൊട്ടിന് ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. വലിയ ആവേശത്തിലാണോ മുന്നണി പ്രവർത്തകരെല്ലാം? ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. KP സതീശ്ചന്ദ്രൻ LDF സ്ഥാനാർത്ഥി. അദ്ദേഹം രാവിലെ മഞ്ചേശ്വരം മണ്ഡലത്തിലെ ഒട്ടങ്കടിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. 10,000ങ്ങളുടെ പിന്തുണയും അഭിവാദ്യങ്ങളും ഏറ്റുവാങ്ങി ഇപ്പോൾ ഏതാണ്ട് പയ്യന്നൂർ അസംബ്ലി മണ്ഡലത്തിലെ പയ്യന്നൂർ നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. 7 അസംബ്ലി മണ്ഡലങ്ങളും അതിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഇവിടെ എത്തുന്നത്. ആയിരക്കണക്കിന് അക്ഷരാർത്ഥത്തിൽ പയ്യന്നൂർ നഗരത്തെ പുളരും ചാർത്തിക്കൊണ്ട് ചുവന്ന നദി പോലെ ഒഴുകിയാണ് റോഡ് ഷോ. നഗരത്തിൽ വാഹനങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും സ്ഥാനാർത്ഥി മാത്രമാണ് വാഹനത്തിൽ സഞ്ചരിക്കുന്നത്. മറ്റുള്ളവർ അദ്ദേഹത്തിന് പിന്നാലെ നടക്കുകയാണ്. ആയിരങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെ ജീവിതത്തിന്റെ മൊത്ത മേഖലയിൽ നിന്നുള്ള ജനങ്ങളുടെ പങ്കാളിത്തം നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. LDF ഒരു വലിയ മുന്നേറ്റം തുടക്കം മുതൽ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിലെ പ്രചാരണ ഘട്ട മുന്നേറ്റത്തിന്റെ അവസാന ഘട്ടത്തിലും അത് നിഴലിക്കുന്നു, അത് പ്രതിഫലിക്കുന്നു എന്ന് തന്നെ നമുക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി സാധിക്കും. അതോടൊപ്പം തന്നെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ അദ്ദേഹത്തിന്റെ റോഡ് ഷോ ആരംഭിച്ചത് കാസർഗോഡ് ജില്ലയുടെ തെക്കേ അറ്റമായ കാലിക്കടവിൽ നിന്നാണ്. അദ്ദേഹം തന്റെ റോഡ് ഷോ കാസർഗോഡ് നഗരത്തിലാണ് ഇപ്പോൾ ഏതാണ്ട് സമാപിക്കാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥി NDAയുടെ സ്ഥാനാർത്ഥി രവീശ് തന്ത്രി കുണ്ടാർ ഉച്ചയ്ക്കായിരുന്നു അദ്ദേഹത്തിന്റെ റോഡ് ഷോ. കാസർഗോഡ് നഗരത്തിൽ മാത്രമായിരുന്നു റോഡ് ഷോ സംഘടിപ്പിച്ചത്. ഇപ്പോൾ 3 സ്ഥാനാർത്ഥികളുടെയും പൊതുപ്രചാരണ പരിപാടികൾ കാസർഗോഡ് മണ്ഡലത്തിൽ അവസാനിക്കാൻ പോവുകയാണ്. ശരി സണ്ണി, ഇപ്പോൾ കോഴിക്കോട് നിന്ന് A പ്രദീപ് കുമാറിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന വേദിയിൽ നിന്ന്
PV ജോഷ്ല ചേരുന്നുണ്ട്. ജോഷ്ല, എങ്ങനെയാണ് ആവേശം? വലിയ തോതിൽ അലതല്ലുന്നുണ്ടോ? മുന്നണി പ്രവർത്തകരെല്ലാം വലിയ ആവേശത്തിലാണോ? കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും പുതിയ ചിത്രം എന്താണ് ജോഷ്ല? ആനന്ദ്, ഏറ്റവും വലിയ ആവേശത്തിൽ തന്നെയാണ് അണികൾ ഇപ്പോൾ ഉള്ളത് എന്ന് വേണം പറയാൻ. കോഴിക്കോട് പാളയത്താണ് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദീപ് കുമാറിന് വേണ്ടി അണികളെല്ലാം തന്നെ എല്ലാ ഇടതുപക്ഷ സഹയാത്രികരും എന്ന് വേണം പറയാൻ. ഇടതുപക്ഷ എല്ലാ അണികളും പ്രവർത്തകരും ഇപ്പോൾ കോഴിക്കോട് പാളയത്തിലാണ് കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ കൊട്ടിക്കലാശം എന്ന് വേണം വിശേഷിപ്പിക്കാൻ. ഇതുവരെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്ന പ്രവർത്തനങ്ങളുടെ ആകെ തുക എന്നുള്ള രീതിയിൽ ഒരു ശക്തി പ്രകടനം തന്നെയാണ് ഇപ്പോൾ കോഴിക്കോട് പാളയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റു രണ്ട് മുന്നണികളുടെയും ശക്തിപ്രകടനം കൂടി പാളയത്ത് നടക്കുന്നുണ്ട്. അതേസമയം ഇതിനെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ടുള്ള ഒരു ശക്തിപ്രകടനം എന്ന് വേണം ഇടതുമുന്നണിയുടെ ശക്തിപ്രകടനത്തെ അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തെ കാണാൻ. അത്രയ്ക്ക് ജനങ്ങൾ എല്ലാ തരത്തിലുള്ള ചെറുപ്പക്കാരും യുവാക്കളും അതുപോലെ തന്നെ സ്ത്രീകളടക്കമുള്ള കുട്ടികളടക്കം പങ്കെടുത്തുകൊണ്ടുള്ള കൊട്ടിക്കലാശമാണ് ഇപ്പോൾ കോഴിക്കോട് പാളയത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ നേതാക്കളും മുന്നണി നേതാക്കളും ഇതിന് കൂടെയുണ്ട്. കോഴിക്കോടിനെ എല്ലാ ജനങ്ങളിലേക്കും അതിന്റെ ഉച്ചസ്ഥായിലെത്തി എന്ന് വേണം പറയാൻ. കൊട്ടിക്കലാശത്തിന്റെ ഉച്ചസ്ഥായിലെത്തി എന്ന് വേണം പറയാൻ. ഇടതുപക്ഷത്തിന്റെ ശക്തി അത് കോഴിക്കോട് ഒരു മാറ്റമുണ്ടാക്കും എന്നുള്ള രീതിയിൽ ഇത്തവണയെങ്കിലും കോഴിക്കോട് മാറും എന്നുള്ള രീതിയിലുള്ള ശക്തി പ്രകടനം തന്നെയാണ് കൊട്ടിക്കലാശത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആനന്ദ്, വ്യക്തമാണ്. PV ജോഷ്ലയാണ് പ്രദീപ് കുമാറിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന വേദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ നൽകിയത്. തിരികെ പിടിക്കാൻ തന്നെ LDF തീരുമാനിച്ചുറപ്പിച്ചത് വ്യക്തമാക്കുന്ന നിലയിലാണ് കൊട്ടിക്കലാശം നടക്കാൻ പോകുന്ന വേദിയിൽ നിന്ന് അവിടുത്തെ പ്രതികരണങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് എന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജോഷില നൽകുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് സമീർ സി വഴങ്ങോട് കൂടി ചേരുന്നുണ്ട്. സമീർ, ഇടുക്കിയിലും പൊതുവിൽ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും ആവേശം പ്രതിഫലിക്കുന്നുണ്ടോ? കലാശക്കൊട്ടിലേക്ക് നീങ്ങുമ്പോഴുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങൾ എന്തൊക്കെയാണ്? വലിയ ആവേശത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. ഇപ്പോൾ കട്ടപ്പനയിലാണ് ഇടത് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോർജ് ജോർജിന്റെ സമാപന സമ്മേളനം, ഈ കൊട്ടിക്കലാശത്തിന്റെ സമാപനം. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. 50 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് ഈ വിവിധ വാഹനങ്ങളുടെ അകമ്പടിയോടെ എത്തിയിട്ടുള്ള ഈ ഒരു സമാപന സമ്മേളനത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ തൊടുപുഴ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ ചെങ്ങലാക്കി മാറ്റുന്ന തരത്തിൽ തന്നെയാണ് ഇവിടുത്തെ ദൃശ്യങ്ങളെല്ലാം ഉള്ളത്. ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പ്രവർത്തകരും അതോടൊപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരുമായിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഇപ്പോൾ കട്ടപ്പനയെ അക്ഷരാർത്ഥത്തിൽ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു കൊട്ടിക്കലാശത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. പ്രധാനമായും ഇപ്പോൾ സിറ്റിംഗ് MP കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ജോർജ് ജോർജ് സംസാരിക്കുകയാണ്. പ്രധാനമായും അദ്ദേഹം എടുത്തു പറയുന്നത് ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ ഇടത് സർക്കാരിന്റെ ജനോപകമായിട്ടുള്ള ഇടപെടലുകളും സംബന്ധിച്ചാണ്. പ്രത്യേകിച്ചും പ്രളയം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായപ്പോൾ പലരും രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയപ്പോൾ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് കൃത്യമായി ജനങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നു MP എന്ന നിലയിൽ ജോർജ് ജോർജ് നടത്തിയത്. ഒപ്പം തന്നെ ഇടതുപക്ഷ പ്രവർത്തകരും നേതാക്കളും ഉൾപ്പെടെയുള്ളവർ നടത്തിയത്, മന്ത്രി എം എം മണി ഉൾപ്പെടെയുള്ളവർ നടത്തിയത്. അത്തരം കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം എടുത്തെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ വോട്ടഭ്യർത്ഥിക്കുന്നത്. വലിയ രീതിയിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ എങ്ങും ആ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അതിനൊക്കെ തന്നെ വലിയ രീതിയിലുള്ള ഒരു തുടക്കം മുതലുള്ള ഒരു ആവേശം അതിന്റെ ഒടുക്കത്തിലും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം മുന്നേറുന്നത്. ഇതേ സമയം തന്നെ UDFന്റെ സ്ഥാനാർത്ഥിയും NDA സ്ഥാനാർത്ഥിയും ഇപ്പോൾ തൊടുപുഴ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ് നീങ്ങുന്നത്. ഡീൻ കുര്യാക്കോസും ബിജു കൃഷ്ണനും അവർ ലോറേഞ്ച് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവരുടെ കൊട്ടിക്കലാശം നീങ്ങുന്നത്. UDF ഇടത് സ്ഥാനാർത്ഥി ഹൈറേഞ്ച് സംരക്ഷണ സമിതിയുടെ പിന്നിലൂടെ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് ജോർജ് ജോർജ് വലിയ രീതിയിലുള്ള ഒരു ജനപ്രതിനിധിയോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ വാഹനങ്ങളുടെ അകമ്പടിയോട് കൂടി തന്നെ അദ്ദേഹം എത്തുകയും ഇപ്പോൾ കട്ടപ്പന കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശവുമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അദ്ദേഹം പൊതുജനങ്ങളോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. പ്രധാനമായും മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ഒപ്പം തന്നെ ഇടതുപക്ഷത്തിനെതിരെ UDFന്റെയും NDAയും സ്ഥാനാർത്ഥികൾ ജനങ്ങൾക്ക് തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു അവസാനപ്പെട്ട വോട്ട് അഭ്യർത്ഥിക്കലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി. എന്തായാലും അദ്ദേഹത്തിന്റെ വാക്കുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ശരി സമീർ, വ്യക്തമാണ്. ഇടുക്കിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ചിത്രങ്ങളാണ് നമുക്ക് ലഭ്യമാകുന്നത്. അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് അവസാനവട്ട പരസ്യ വോട്ടഭ്യർത്ഥന നടത്തുകയാണ് തന്റെ പ്രവർത്തകരോട്, അണികളോട്. പൊതുവായി ഏതായാലും 50 കിലോമീറ്ററിലധികം നീണ്ടു നിൽക്കുന്ന അണികളുടെ വലിയ റോഡ് ഷോയോടുകൂടിയാണ് ഇടുക്കിയിൽ അവരുടെ തെരഞ്ഞെടുപ്പ് പരസ്യ പ്രചരണം കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. സമീറാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഇടുക്കിയിൽ നിന്ന് ഇപ്പോൾ നൽകിയത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളുടെയും പരസ്യ പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം അല്പസമയത്തിനകം, ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി,
നടക്കാൻ പോവുകയാണ്. വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടുക്കിയിൽ ഇപ്പോൾ അഡ്വക്കേറ്റ് ജോയ്സ് ജോർജ് സിറ്റിംഗ് MP സ്ഥലത്ത് പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ചത്. ഏതായാലും ഇനിയുള്ള അത് നിശബ്ദ പ്രചരണവും അതിനുശേഷം മാവേലിക്കരയിൽ നിന്ന് ചിറ്റയം ഗോപകുമാറിന്റെ കൊട്ടിക്കലാശവേദിയിൽ നിന്ന് വിശദാംശങ്ങളുമായി മാവേലിക്കരയിലെ കൊട്ടിക്കലാശത്തിന്റെ ചിത്രങ്ങളും ദൃശ്യങ്ങളുമാണ് ഏറ്റവും അവസാനം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ചിറ്റയം ഗോപകുമാർ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്നു. കൊട്ടിക്കലാശം നടക്കുന്ന കേന്ദ്രത്തിലേക്ക് പോവുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയ ആവേശത്തിലാണ് എല്ലാ മുന്നണികളും ഇപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്നത്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം അതിൻ്റെതായ ആവേശം ഈ കൊട്ടിക്കലാശത്തിൽ പ്രതിഫലിക്കുന്നുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ദൃശ്യങ്ങളും വിവരങ്ങളും അതിനെ ശരിവെക്കുന്നതാണ്. ഏതായാലും ഇനിയുള്ള നിശബ്ദ പ്രചരണത്തിന് ശേഷം കേരളത്തിലെ വോട്ടർമാർ മറ്റന്നാൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുകയാണ്. വളരെ നിർണായകമായ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം വിധി എഴുതാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഏതായാലും അവസാനവട്ട പ്രചരണം, പരസ്യ പ്രചരണം കൊഴുക്കുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കൊട്ടിക്കലാശത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി. ഇപ്പോൾ മാവേലിക്കരയിലെ ചിറ്റയം ഗോപകുമാറിന്റെ കൊട്ടിക്കലാശവേദിയിലേക്കുള്ള അദ്ദേഹത്തിന്റെ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയാണ് നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ കേരളത്തിൽ കൊട്ടിക്കലാശം നടക്കുകയാണ്. ഒരു മാസത്തിലധികം നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന്റെയും രാഷ്ട്രീയ വാഗ്വാദങ്ങളുടെയും ആശയ സംവാദങ്ങളുടെയും സമാപനം, പരസ്യമായ പ്രചരണം അവസാനിക്കുന്നു. കൊട്ടിക്കലാശം അതിന്റെ എല്ലാ ആവേശത്തിലും എത്തി നിൽക്കുകയാണ്. 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും സ്ഥാനാർത്ഥികൾ അവരവരുടെ മുന്നണി പ്രവർത്തകരും അണികളുമൊത്ത് കൊട്ടിക്കലാശ കേന്ദ്രങ്ങളിൽ ഒത്തുകൂടുന്നു. എല്ലാ മുന്നണികളും വലിയ ആവേശത്തിലാണ്, പ്രവർത്തകരും വലിയ ആവേശത്തിലാണ്. ഇപ്പോൾ ചിറ്റയം ഗോപകുമാറിന്റെ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയുടെ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ട്. ഇപ്പോൾ ചാലക്കുടിയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ഇന്നസെന്റിന്റെ കൊട്ടിക്കലാശം നടക്കുന്ന വേദിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിലേക്ക് കൂടി ചാലക്കുടി സിറ്റിംഗ് MP-യും നിലവിൽ LDF സ്ഥാനാർത്ഥി കൂടിയായ ഇന്നസെന്റ് ഇപ്പോൾ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി പ്രവർത്തകരെയും ഇടതുപക്ഷ മുന്നണി പ്രവർത്തകരെയും അണികളെയും അഭിവാദ്യം ചെയ്യുന്നു. വലിയ ആവേശമാണ് 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി നമുക്ക് കാണാനാകുന്നത്. ഒരു മാസത്തിലധികമാണ് ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വിവിധ മുന്നണികൾക്കും പാർട്ടികൾക്കും വോട്ടർമാരോട് വോട്ട് ചോദിക്കാനും അവരുടെ ആശയങ്ങൾ പങ്കുവയ്ക്കാനും അവസരം ലഭിച്ചത്. ഇത്രയും നാൾ നീണ്ടുനിന്ന ഈ വോട്ട് ചോദിക്കലിന്റെ അതേ ആവേശം ഇപ്പോൾ കൊട്ടിക്കലാശത്തിൽ 20 മണ്ഡലങ്ങളിലും പ്രതിഫലിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. ഇന്നസെന്റ് ഇപ്പോൾ ചാലക്കുടിയിൽ അവസാനവട്ടം പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായുള്ള അവസാനവട്ട വോട്ടുറപ്പിക്കലും അണികളെ അഭിവാദ്യം ചെയ്യുന്നതും അടക്കമുള്ള ദൃശ്യങ്ങളാണ് നമുക്ക് ചാലക്കുടിയിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കൊട്ടിക്കലാശം നടക്കാൻ പോവുകയാണ്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി നീണ്ടുനിന്ന പരസ്യ പ്രചരണത്തിന്റെയും വോട്ട് ചോദിക്കലിന്റെയും സമാപനം. ഇനി ഒരു ദിവസം നിശബ്ദ പ്രചരണമാണ്. അതിനുശേഷം കേരളത്തിലെ വോട്ടർമാർ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നു. 17ാമത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചാലക്കുടിയിൽ നിന്ന് KM ഉമേഷ് ചേരുന്നു ഏറ്റവും പുതിയ വിവരങ്ങളുമായി. KM ഉമേഷ്, ഏറ്റവും അവസാനമായി പൊതു അല്ലെങ്കിൽ പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായുള്ള ഇന്നസെന്റിന്റെ ദൃശ്യങ്ങൾ, വോട്ട് ചോദിക്കൽ, പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങൾ നമുക്ക് ലഭിക്കുന്നു. എത്രമാത്രം ആവേശത്തിലാണ് ചാലക്കുടിയിലെ ഇടതുപക്ഷവും UDF-ഉം അടക്കമുള്ള മുന്നണികൾ? ആനന്ദ്, വലിയ ആവേശത്തിലാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി. കാരണം അദ്ദേഹം ഇപ്പോൾ 5 മണിയോടെയാണ് ചാലക്കുടി നഗരത്തിലേക്ക് എത്തിയത്. ഇന്നും അവസാനമായി ഏതാനും ചില വോട്ടർമാരെ
നേരിൽ അദ്ദേഹം കണ്ടു. അതിനുശേഷമാണ് ഈ കൊട്ടിക്കലാശം നടക്കുന്ന ചാലക്കുടി നഗരത്തിലേക്ക് അദ്ദേഹം എത്തിയത്. ചാലക്കുടി മണ്ഡലത്തിൽ പ്രത്യേകിച്ച് എവിടെയെങ്കിലും കേന്ദ്രീകൃതമായ ഒരു കൊട്ടിക്കലാശം സംഘടിപ്പിച്ചിട്ടില്ല. പകരം ഓരോ നിയോജക മണ്ഡലത്തിലും പ്രത്യേകം കൊട്ടിക്കലാശമാണ്. അതിൽ ചാലക്കുടി നഗരത്തിൽ നടത്തുന്ന കൊട്ടിക്കലാശത്തിൽ പങ്കെടുക്കാനായാണ് ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റ് അല്പം മുമ്പ് ഈ നഗരത്തിലേക്ക് എത്തിയത്. വലിയൊരു വരവേൽപ്പാണ്, ആവേശകരമായ വരവേൽപ്പാണ് ഇടത് സ്ഥാനാർത്ഥിക്ക് ഇവിടെ ലഭിച്ചത്. നമുക്ക് കാണാമായിരുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ വലിയ ആവേശത്തോടെയാണ് ഇടത് സ്ഥാനാർത്ഥിയെ വരവേറ്റത്. ഇതിനു മുൻപ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന് ഇത്തരത്തിൽ വലിയ സ്വീകരണമാണ് ലഭിച്ചത്. അതിനെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കും വിധം, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ഒരു വരവേൽപ്പാണ് ഇപ്പോൾ ഇടത് സ്ഥാനാർത്ഥി ഇന്നസെന്റിന് ലഭിച്ചിരിക്കുന്നത്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം റോഡ് ഷോ പൂർത്തിയാക്കിയിരുന്നു. 21 ദിവസം നീണ്ടു നിൽക്കുന്ന റോഡ് ഷോയാണ് അദ്ദേഹം നടത്തിയത്. ഈ ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലെ 7 നിയോജക മണ്ഡലങ്ങളിലും 3 തവണ വീതം, അങ്ങനെ 21 ദിവസമാണ് അദ്ദേഹം വോട്ടർമാരെ തുറന്ന വാഹനത്തിൽ സഞ്ചരിച്ച് നേരിട്ട് കണ്ടത്. അതിനുശേഷം ഇന്നലെ മെഗാ റോഡ് ഷോയും നടത്തുകയുണ്ടായി. അതായത് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഈ 7 മണ്ഡലങ്ങളിലൂടെയും പര്യടനം നടത്തുക. അത് ഇന്നലെ രാവിലെ മുതൽ രാത്രിയോടെ അത് പൂർത്തിയാക്കിയിരുന്നു. ഇന്ന് പൊതുപര്യടനം ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. ഏതാനും ചില സ്വകാര്യ ചടങ്ങുകളിൽ പങ്കെടുത്ത ശേഷം ചില വോട്ടർമാരെ കൂടി നേരിൽ കണ്ട ശേഷം 5 മണിയോടെയാണ് അദ്ദേഹം ഈ ചാലക്കുടി നഗരത്തിലേക്ക് എത്തിയത്. വലിയ വരവേൽപ്പ് അദ്ദേഹത്തിന് ലഭിച്ചു. ഒപ്പം UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാനും അല്പം മുമ്പ് അവരുടെ പ്രചാരണ വേദിയിൽ എത്തിയിരുന്നു. ഇനി കൊട്ടിക്കലാശത്തിന് ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ഉള്ളത്. UDFന്റെ പ്രചാരണത്തിൽ UDF സ്ഥാനാർത്ഥി ബെന്നി ബെഹനാൻ പങ്കെടുക്കുന്നുണ്ട്. MLA മാരും അദ്ദേഹത്തോടൊപ്പമുണ്ട്. അതേസമയം NDAയുടെ സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ ആലുവയിലാണ് ഉള്ളത്. NDAയുടെ പ്രചാരണവും ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും വലിയ വരവേൽപ്പാണ് സ്ഥാനാർത്ഥികൾക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇന്നസെന്റിന് വലിയ വരവേൽപ്പ് നമുക്ക് ദൃശ്യങ്ങളെ കാണാമായിരുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ വലിയ ആവേശത്തോടെയാണ് ഇടത് സ്ഥാനാർത്ഥിയെ എതിരേറ്റിരിക്കുന്നത്. ഈ ചാലക്കുടി നഗരം മൊത്തം ചെങ്കടികൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് നമുക്ക് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണ് എന്ന് നമുക്ക് പറയാം. വലിയ ആവേശത്തോടുകൂടി തന്നെ ചാലക്കുടി മണ്ഡലത്തിലെ കൊട്ടിക്കലാശത്തിലേക്ക് അതിന്റെ അവസാന നിമിഷങ്ങളിൽ ശരി ചാലക്കുടിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് KM ഉമേഷ് നൽകിയത്. ഇപ്പോൾ കൊല്ലത്ത് നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങൾ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ്. കൊല്ലത്തും കൊട്ടിക്കലാശം നടക്കാൻ ഇനി മിനിറ്റുകൾ മാത്രം ബാക്കി. KN ബാലഗോപാൽ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി ഇടതുമുന്നണി പ്രവർത്തകരെയും മറ്റ് സാധാരണക്കാരെയും അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പരസ്യ പ്രചരണത്തിന് സമാപനം കുറിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം അല്പസമയത്തിനുള്ളിൽ, മിനിറ്റുകൾക്കുള്ളിൽ നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ കൊല്ലത്ത് KN ബാലഗോപാൽ അവസാനവട്ട പരസ്യ പ്രചരണത്തിന്റെ ഭാഗമായി അണികൾക്കൊപ്പം ആവേശത്തിലാണ് അദ്ദേഹവും. പ്രവർത്തകരെ അഭിവാദ്യം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ ഏറ്റവും പുതുതായി ലഭിക്കുന്നത്. വിവിധ മണ്ഡലങ്ങളിൽ ഇതിപ്പോൾ പത്തനംതിട്ടയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങളാണ് ലഭിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ഗീവർഗീസ് കൂടി ചേരുന്നുണ്ട്. ഗീവർഗീസ്, പത്തനംതിട്ടയിൽ വ്യത്യസ്തമായ നിരവധി വിഷയങ്ങളാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വിവിധ മുന്നണികൾ ഉപയോഗിച്ചത്. വീണ ജോർജും K സുരേന്ദ്രനും അടക്കമുള്ളവർ ഇത്തവണ പരസ്പരം ഏറ്റുമുട്ടുകയാണ് രാഷ്ട്രീയമായി. എന്തൊക്കെയാണ് ഇപ്പോൾ ലഭിക്കുന്ന കൊട്ടിക്കലാശത്തിന് മിനിറ്റുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ലഭിക്കുന്ന പൊതുചിത്രം? ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പരസ്യ പ്രചാരണം അല്പം സമയത്തിനകം അവസാനിക്കും. 43 ദിവസം നീണ്ടുന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണ മാമാങ്കത്തിലാണ് അല്പസമയത്തിനകം തിരുച്ചില വീഴുന്നത്. വാശിയേറിയ ഒരു കൊട്ടിക്കലാശം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷം മേൽക്കൈ നേടിയിരിക്കുന്നതെന്ന് വാശിയേറിയ ഇടതുമുന്നണി നേടിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും തത്സമയ ദൃശ്യങ്ങളാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. വലിയ ആവേശത്തിൽ തന്നെയാണ് പത്തനംതിട്ടയിലും കൊട്ടിക്കലാശം നടക്കാൻ പോകുന്നത്. ഇനി മിനിറ്റുകൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. കഴിഞ്ഞ 1 മാസത്തിലധികമായി വിവിധ മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ആവേശകരമായ രാഷ്ട്രീയ സംവാദങ്ങളുടെയും വോട്ട് ചോദിക്കലിന്റെയും സമാപനം. ഇപ്പോൾ ചെറിയ സംഘർഷം പത്തനംതിട്ടയിൽ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ്. LDF റോഡ് ഷോയ്ക്ക് നേരെ BJP പ്രവർത്തകർ കല്ലേറ് നടത്തി എന്ന വിവരങ്ങളാണ് നമുക്കിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ലഭിക്കുന്നത്. ഗീവർഗീസ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഗീവർഗീസ്, സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ടോ പത്തനംതിട്ടയിൽ? ആനന്ദ്,
ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള രാഷ്ട്രീയ പാർട്ടികളുടെ പരസ്യ പ്രചാരണം അല്പസമയത്തിനകം അവസാനിക്കും. 43 ദിവസം നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചാരണം ആമാങ്കത്തിനാണ് ഇതോടുകൂടി തിരശ്ശീല വീരുന്നത്. നാളെ മുതൽ ഇനി നിശബ്ദ പ്രചാരണമാണ് നടക്കുന്നത്. ഇവിടെ വാശിയേറിയ കൊട്ടിക്കലാശം തന്നെയാണ് നടക്കുന്നത്. അണമുറിയാത്ത ആവേശമാണ് ഇടതുമുന്നണി പ്രവർത്തകരിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാം. എന്ത് തന്നെയായാലും പൂർണ്ണമായും ഇടതുപക്ഷ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായ വീണ ജോർജിന് ജയം കൽപ്പിച്ചു നൽകിയാണ് വാഗ്ദാനം ചെയ്യുകയാണ് ജനങ്ങൾ. ഈ കൊട്ടിക്കലാശത്തിനിടയിലും സ്ത്രീകളുടെ സാന്നിധ്യവും എടുത്തു പറയേണ്ടത് തന്നെയാണ്. വൻ ജനസംഖ്യം തന്നെയാണ് ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിനെ പിന്തുണയുമായി എത്തിച്ചേർന്നിരിക്കുന്നത്. ഇന്നലെയായിരുന്നു വീണ ജോർജിന്റെ 3ാം ഘട്ട പര്യടനം പൂർത്തിയായത്. ഇന്ന് പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ 7 മണ്ഡലങ്ങളിലും പ്രചരണം നടത്തിയിരുന്നു. മികച്ച സ്വീകാര്യത തന്നെയാണ് ഇതിന് ലഭിച്ചിരിക്കുന്നത്. ഇതിന്റെ ആവേശം ഒട്ടുമുറിയാതെ തന്നെയാണ് ഇപ്പോൾ കൊട്ടിക്കലാശം പത്തനംതിട്ട അബാൻ ബീച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ അണമുറിയാത്ത ആവേശത്തോടുകൂടി തന്നെ സ്ഥാനാർത്ഥിയെ എല്ലാവർക്കും ജയാരഭം മുഴക്കുന്ന ഒരു കാഴ്ച തന്നെ നമ്മൾ എന്തായാലും കാണുന്നു. ഇതേ സമയത്ത് തിരുവല്ലയിൽ സംഘർഷവും ഉണ്ടായി. അവിടെ കൊട്ടിക്കലാശത്തിനിടയ്ക്ക് തിരുവല്ല ജംഗ്ഷനിൽ വെച്ച് ജോയി ആലുക്കാസ് ജംഗ്ഷനിൽ വെച്ച് LDF പ്രവർത്തകർക്ക് നേരെ BJP പ്രവർത്തകർ കല്ലെറിഞ്ഞു. 30ഓളം പേർക്ക് പരിക്കേറ്റു എന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത്. നേതാക്കൾ ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിരിക്കുന്നത് പരാജയ ശരി ഗീവർഗീസ്, ഏതായാലും ഗീവർഗീസിലേക്ക് വീണ്ടും എത്താം. ഏതായാലും തിരുവല്ലയിൽ കൊട്ടിക്കലാശത്തിനിടെ ചെറിയ സംഘർഷമുണ്ടായി. BJP പ്രവർത്തകർ LDF ജാഥയ്ക്ക് നേരെ കല്ലെറിഞ്ഞുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ. ഇപ്പോൾ പൊന്നാനിയിൽ നിന്ന് AK ലതീഷ് കൂടി ചേരുന്നുണ്ട്. ലതീഷ്, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ തീർത്തും ആവേശകരമായ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് പൊന്നാനി. എന്താണ് കൊട്ടിക്കലാശത്തിന്റെ ഏറ്റവും പുതിയ ചിത്രങ്ങൾ? ഈ ആവേശം അതേപടി പ്രതിഫലിക്കുന്നുണ്ടോ കൊട്ടിക്കലാശം നടക്കുന്ന വേദിയിലും? കൊട്ടിക്കലാശത്തിലെ നിമിഷങ്ങൾ മാത്രം ശേഷിക്കെ PV അൻവർ സഞ്ചരിച്ച വാഹനം പുത്തനത്താട് വെച്ചാണ് ലീഗ് പ്രവർത്തകർ തടഞ്ഞത്. അവർ 5 മണിക്ക് പ്രചാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ വാഹനം തടയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അല്പസമയം സംഘർഷം ഉണ്ടായെങ്കിലും പിന്നീട് സ്ഥലത്തെത്തിയ പോലീസാണ് പ്രശ്നം വലിയ സംഘർഷത്തിലേക്ക് പോകാതെ പരിഹരിച്ചത്. ഏതായാലും PV അൻവർ വീട്ടിൽ ഇന്ന് റോഡ് ഷോയിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശം LDF സ്ഥാനാർത്ഥിയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്നില്ല. വിവിധ ഇടങ്ങളിൽ LDF പ്രവർത്തകർ വിവിധ പഞ്ചായത്തുകളിൽ വിവിധ പ്രധാനപ്പെട്ട നഗരങ്ങളിലെല്ലാം LDF പ്രവർത്തകർ കൊട്ടിക്കലാശത്തിൽ ആവേശത്തോടെ പങ്കെടുത്തു. എന്നാൽ സ്ഥാനാർത്ഥി ഒരു പ്രത്യേക സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിലായിരുന്നില്ല നേതൃത്വം നൽകിയത്. അദ്ദേഹം മണ്ഡലമാകെ സഞ്ചരിച്ചുകൊണ്ട് പരമാവധി വോട്ടർമാരെ നേരിൽ കാണാനുള്ള ശ്രമമാണ് നടത്തിയത്. നമുക്കറിയാം, ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണം നടന്ന ഒരു മണ്ഡലമാണ് പൊന്നാനി. നാടിളക്കിയുള്ള പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക്, അവസാന നിമിഷങ്ങളിലേക്ക് പോകുമ്പോൾ ഏറ്റവും വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലേക്കാണ് പൊന്നാനി കടന്നു പോകുന്നത്. വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു, പുത്തനത്താട് വെച്ചുകൊണ്ടാണ് PV അൻവർ പുത്തൻ വീട്ടിലെ വാഹന വ്യൂഹത്തിന് നേരെ ലീഗ് പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായത്. പോലീസ് കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അവിടെ നിന്ന് അദ്ദേഹത്തിനും LDF പ്രവർത്തകർക്കും ആയിരക്കണക്കിന് LDF പ്രവർത്തകർ ബൈക്ക് റാലികളുമായി എത്തുകയായിരുന്നു. ഈ പ്രവർത്തകരെയാണ് ലീഗ് പ്രവർത്തകർ കൂട്ടമായി ചേർന്നുകൊണ്ട് ആക്രമിക്കാൻ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. 5 മണിക്ക് പരസ്യ പ്രചരണം അവസാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇവരുടെ ഇത്തരത്തിലുള്ള ഒരു പ്രകോപനം. എന്തായാലും പോലീസ് സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് വലിയ പ്രശ്നത്തിലേക്ക് പോയിട്ടില്ല എന്നും നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ശരി ലതീഷ്, ഏതായാലും വിശദാംശങ്ങൾ വ്യക്തമാണ്. പൊന്നാനിയും തീർച്ചയായും കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഏറ്റവും ആവേശകരമായ പ്രചരണം നടന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ്. ഏതായാലും നിരാശാജനകമായ ചില കാര്യങ്ങൾ കൂടി പൊന്നാനിയിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു. PV അൻവറിന്റെ വാഹനം മുസ്ലിം ലീഗ് പ്രവർത്തകർ തടയുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയതായി AK ലതീഷ് അവിടെ നിന്ന് വിശദാംശങ്ങൾ നൽകുന്നു. 5 മണിക്ക് പ്രചരണം അവസാനിച്ചതാണ്, അതുകൊണ്ട് തിരികെ പോകണമെന്ന് ഉൾപ്പെടെ മുസ്ലിം ലീഗ് പ്രവർത്തകർ LDF സ്ഥാനാർത്ഥിയോട് ആവശ്യപ്പെട്ടതായി ഉള്ള വിവരങ്ങൾ. ഏതായാലും പോലീസിന്റെ സംയോജിതമായ ഇടപെടൽ വലിയ സംഘർഷങ്ങളിലേക്ക് പോകാതെ കാര്യങ്ങൾ നിയന്ത്രിക്കാനായി. അല്പസമയം മുൻപ് തിരുവല്ലയിലും ഇതുപോലെ BJP പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് LDF പ്രവർത്തകർക്ക് നേരെ കല്ലേറുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായതായി ഗീവർഗീസ് പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഏതായാലും കഴിഞ്ഞ 1 മാസത്തിലധികമായി നീണ്ടുനിന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ കൊട്ടിക്കലാശം അല്പസമയത്തിനകം നടക്കാൻ പോവുകയാണ്. ഇപ്പോൾ ആലത്തൂരിൽ നിന്ന് സിജു കണ്ണൻ ചേരുന്നുണ്ട്. സിജു, ആലത്തൂരിൽ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാനിക്കാൻ പോകുന്നത്? കൊട്ടിക്കലാശത്തിന്റെ കേന്ദ്രങ്ങൾ മുന്നണികൾക്ക് വെവ്വേറെ സ്ഥലങ്ങളാണോ, ഒരു സ്ഥലത്ത് തന്നെയാണോ? ഏറ്റവും പുതിയ ചിത്രം എന്താണ് ആലത്തൂരിൽ?
കഴിഞ്ഞ 1.5 മാസക്കാലത്തോളമായി കണ്ട അതേ തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കണ്ട അതേ ആവേശം തന്നെയാണ് ഇന്ന് കൊട്ടിക്കലാശത്തിലും ആലത്തൂരിൽ കാണാൻ പോകുന്നത്. ഇന്ന് രാവിലെ മുതൽ തന്നെ മണ്ഡലം മുഴുവൻ കൊട്ടിക്കലാശം എന്ന രീതിയിൽ തന്നെയാണ് മുന്നണികൾ പ്രചാരണം ഇന്ന് അവസാനം മണിക്കൂറുകളിലെ പ്രചാരണം ആസൂത്രണം ചെയ്തത്. രാവിലെ മുതൽ ആ മണ്ഡലത്തിലെ മുഴുവൻ മേഖലകളിലും റോഡ് ഷോ നടത്തിയാണ് മുന്നണികൾ മുന്നോട്ട് പോയത്. ഓരോ മേഖലയിലും എത്തി വോട്ടർമാരെ നേരിട്ട് കണ്ട് ആദ്യഘട്ടത്തിൽ മണ്ഡലത്തിലുടനീളം സഞ്ചരിച്ച സ്ഥാനാർത്ഥികൾ ആവേശകരമായ രീതിയിൽ റോഡ് ഷോ നടത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോയത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി പി കെ ബിജു ചിറ്റൂരിൽ നിന്ന് രാവിലെ കൃത്യം 8 മണിക്കാണ് ഈ റോഡ് ഷോ ആരംഭിച്ചത്. ചിറ്റൂരിൽ നിന്ന് തുടങ്ങി വടക്കാഞ്ചേരി, ആലത്തൂർ തുടങ്ങിയ മേഖലകളിലൂടെ കടന്നുപോയി വൈകുന്നേരം കുന്നംകുളത്താണ് ഈ പി കെ ബിജുവിന്റെ റോഡ് ഷോ എത്തിയത്. ഇവിടെ ആവേശകരമായ രീതിയിലായിരുന്നു എൽ ഡി എഫ് പ്രവർത്തകർ എത്തിയത്. വളരെയധികം ആവേശം കൂടി എൽ ഡി എഫ് പ്രവർത്തകർ ഈ ഇരുചക്ര വാഹനങ്ങളിലടക്കം ഈ റോഡ് ഷോയെ അനുഗമിച്ചിരുന്നു. വലിയ രീതിയിലുള്ള ആവേശം ആദ്യഘട്ടം മുതൽ പ്രചാരണ രംഗത്ത് എൽ ഡി എഫിന് വലിയ രീതിയിലുള്ള മേൽക്കൈയുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ അന്ന് തന്നെ പ്രചാരണം ആരംഭിച്ചു. ഇതിനുശേഷം എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് മറ്റ് മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പ്രചാരണ രംഗത്തേക്ക് കടന്നു വരാൻ പോലും കഴിഞ്ഞത്. ആ മേൽക്കൈ അതേപടി നിലനിർത്തിക്കൊണ്ടാണ് ഇന്ന് എൽ ഡി എഫ് കൊട്ടിക്കലാശം നടത്തുന്നത്, പരസ്യ പ്രചാരണം അവസാനിക്കുന്നത്. അതേസമയം തന്നെ രമ്യ ഹരിദാസ് ഇന്ന് വടക്കഞ്ചേരിയിൽ നിന്നാണ് റോഡ് ഷോ ആരംഭിച്ചത്. വടക്കഞ്ചേരിയിൽ നിന്ന് റോഡ് ഷോ ആരംഭിച്ച് പാലക്കാടിന്റെ ചിറ്റൂർ ഉൾപ്പെടെയുള്ള മേഖലകളിലൂടെ കടന്നുപോയി പിന്നീട് ആലത്തൂരിനാണ് രമ്യ ഹരിദാസിന്റെ റോഡ് ഷോ സമാപിച്ചത്. UDF ആലത്തൂരിനാണ് കൊട്ടിക്കലാശം നടത്തുന്നത്. അതേസമയം NDA സ്ഥാനാർത്ഥി TV ബാബു രാവിലെ വേലന്താവളത്ത് നിന്ന് തമിഴ്നാട് അതിർത്തിയായ വേലന്താവളത്ത് നിന്ന് റോഡ് ഷോ ആരംഭിച്ചു. റോഡ് ഷോ അതിനുശേഷം മണ്ഡലത്തിന്റെ വിവിധ മേഖലകളിലൂടെ കൊണ്ടുപോയി കുന്നംകുളത്താണ് NDA കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. ഏതായാലും വലിയ രീതിയിലുള്ള ആവേശമാണ് ആലത്തൂരിൽ ഈ കൊട്ടിക്കലാശത്തിൽ കാണാൻ കഴിഞ്ഞത്. ഓരോ മുന്നണിക്ക് വേണ്ടി 100 കണക്കിന് പ്രവർത്തകർ മണ്ഡലത്തിലുടനീളം ഒത്തുകൂടിക്കൊണ്ട് മുന്നോട്ട് പോയി വലിയ രീതിയിലുള്ള ആവേശകരമായ ഒരു കൊട്ടിക്കലാശമാണ് ആലത്തൂരിൽ നടക്കുന്നത്. സിജു കണ്ണനാണ് ആലത്തൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എൽ ഡി എഫിന്റെ കോട്ട കൂടിയാണ് ആലത്തൂർ. അത് നിലനിർത്താനുള്ള അഭിമാന പോരാട്ടം എന്ന നിലയിൽ കൂടി ഇടതുപക്ഷ പ്രവർത്തകർ അതിനെ കാണുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ മലപ്പുറത്ത് നിന്ന് KT സ്വാലിഹ് ചേരുന്നുണ്ട് ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സ്വാലിഹ്, നമുക്കറിയാം ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് ഏറ്റവും ചെറുപ്പക്കാരനായ VP സാനുവാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്നാണ് കുഞ്ഞാലിക്കുട്ടിയെ നേരിടുന്നത് മലപ്പുറത്ത്. അതിന്റെ പ്രതിഫലനങ്ങൾ നമുക്ക് കൊട്ടിക്കലാശത്തിലേക്ക് അടുക്കുമ്പോൾ മലപ്പുറത്ത് ദൃശ്യമാകുന്നുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ് സ്വാലിഹ്? ആനന്ദം, മലപ്പുറത്ത് കലാശക്കൊട്ട സമാപിച്ചിരിക്കുന്നു. 5 മണിയോടെ തന്നെ മുന്നണികൾ പിരിഞ്ഞുപോയി, പ്രചാരണങ്ങൾ അവസാനിപ്പിച്ചു. വലിയ ഒരു ആവേശം ഇന്ന് രാവിലെ മുതലുണ്ടായിരുന്നു. ജില്ലയുടെ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആരംഭിച്ച റോഡ് ഷോകൾ മലപ്പുറം കുന്നുമ്മലിലാണ് സമാപിച്ചത്. കുന്നുമ്മൽ റൗണ്ടിനോട് ചേർന്ന് ഓരോ വിഭാഗങ്ങൾക്കും പ്രത്യേകം സ്ഥലങ്ങൾ ഒരുക്കിയിരുന്നു. ഇതിനിടെ LDF പ്രവർത്തകർക്ക് നേരെ മുസ്ലിം ലീഗ് പ്രവർത്തകർ കല്ലെറിഞ്ഞു. ഇത് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് നേരിയ തോതിൽ സംഘർഷാവസ്ഥയുണ്ടാക്കി. പോലീസ് ലാത്തി വീശി. തുടർന്നാണ് സംഘർഷാവസ്ഥ ഒഴിവായത്. പ്രവർത്തകരെ 2 ഭാഗങ്ങളിലാക്കി മാറ്റിയായിരുന്നു സംഘർഷാവസ്ഥ ഒഴിവായത്. കലാശക്കൊട്ട് നടക്കുന്ന കുന്നുമ്മൽ റൗണ്ടിലേക്ക് LDF സ്ഥാനാർത്ഥി VP സാനുവിന്റെ റോഡ് ഷോ എത്തിയതോടെ മലപ്പുറം അക്ഷരാർത്ഥത്തിൽ ഇളകി മറിഞ്ഞു. ഇന്നേ വരെ മലപ്പുറം നഗരം കണ്ടിട്ടില്ലാത്ത അത്രയും വലിയൊരു ആവേശം. ഏതായാലും വ്യക്തമാണ്, മലപ്പുറത്ത് ഏതായാലും മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ 5 മണിയോടുകൂടി കലാശക്കൊട്ട് നടത്തി പ്രവർത്തകർ പിരിഞ്ഞുപോയി എന്നാണ് വിശദാംശങ്ങൾ ലഭിക്കുന്നത്. ഇപ്പോൾ തൃശൂരിൽ നിന്ന് VS അഭിറാം ചേരുന്നു. അഭിറാം, തൃശൂരിന്റെ പൊതുചിത്രം എങ്ങനെ? കലാശക്കൊട്ടിലേക്ക് അടുക്കുമ്പോൾ പ്രവർത്തകരും മുന്നണിയും ഒക്കെ വലിയ ആവേശത്തിലാണോ? ഏറ്റവും പുതിയ ചിത്രം അഭിറാം? ആനന്ദ്, തൃശൂർ അതിന് ഏറ്റവും വലിയ ആവേശം കടന്നിരിക്കുന്നു. ഏതാനും നിമിഷങ്ങൾ മാത്രം അവസാനിക്കുക തൃശൂരിനെ ചെങ്കറിലാക്കിക്കൊണ്ട് LDFന്റെ റോഡ് ഷോ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. തൃശൂരിൽ LDFന്റെയും UDFന്റെയും പൊതു റാലികൾ റോഡ് ഷോയുടെ സമാപനം ചാവക്കാടാണ്. ചാവക്കാട് രാജാജി മാത്യു തോമസ് എത്തിച്ചേരുകയും തുടർന്ന് LDFന്റെ വലിയ പ്രകടനം ഇവിടെ ചാവക്കാട് നഗരത്തെ മുഴുവനായി തന്നെ വളരുകയും ചെയ്തു. അതിനുശേഷം UDF പ്രവർത്തകർക്ക് ചാവക്കാടേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് LDF പ്രവർത്തകർ ഈ
ചാവക്കാട് നഗരം പൂർണ്ണമായി തന്നെ വളരുകയായിരുന്നു. തുടർന്ന് UDF ചാവക്കാട് പുറത്ത് സംഘടിച്ചാണ് അവരുടെ അവസാന കൊട്ടിക്കലാശത്തിലേക്ക് കടക്കുന്നത്. എന്തായാലും തൃശൂർ നഗരത്തിലെ പല ഭാഗങ്ങളിലും കൊട്ടിക്കലാശം പുരോഗമിക്കുകയാണ്. അതിൽ തൃശൂർ മണ്ഡലത്തിന്റെ പ്രധാന കേന്ദ്രമായി ചാവക്കാടാണ് ഇത്തവണ LDF തിരഞ്ഞെടുത്തത്. അവിടെ LDF ചാവക്കാട് നഗരത്തെ പൂർണ്ണമായി തന്നെ ചുവപ്പിൽ മുക്കുകയായിരുന്നു. ഒരു തരത്തിൽ മറ്റ് ഒരു പ്രവർത്തകർക്കും ഇവിടെ ഈ കടക്കാൻ കഴിയാത്ത രീതിയിലേക്ക് LDFന്റെ റോഡ് ഷോ മാറി. പൂർണ്ണമായി തന്നെ ചാവക്കാട് തീരുമാനിച്ചിരുന്ന UDFന്റെയും മറ്റും റോഡ് ഷോ ചാവക്കാടിന് പുറത്ത് നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് അടക്കം തിരക്ക് മാറുകയായിരുന്നു. NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പൊതുവായ ഷോയുടെ അവസാനം തൃശൂർ നഗരത്തിലാണ്. UDFന്റെ പ്രതാപന്റെയും അതുപോലെ തന്നെ LDF സ്ഥാനാർത്ഥി രാജാജി തോമസിന്റെയും അവസാന ഘട്ട റോഡ് ഷോ തൃശ്ശൂരിൽ തന്നെയാണ്, ചാവക്കാട് തന്നെയാണ് പുരോഗമിക്കുന്നത്. എന്തായാലും ഏതാനും നിമിഷങ്ങൾക്കകം റോഡ് ഷോ അവസാനിക്കുമ്പോൾ തൃശ്ശൂരിൽ LDF വലിയ ആവേശത്തിലാണ്. തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിലടക്കം വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ LDFന് കഴിഞ്ഞിട്ടുണ്ട്. ആ മേധാവിത്വം ഇപ്പോൾ കൊട്ടിക്കലാശത്തിനും LDFന് കാണിക്കാൻ കഴിയുന്നുണ്ട്. വലിയ പങ്കാളിത്തമാണ്, വലിയ ആവേശമാണ്. തൃശ്ശൂരിനെ മുഴുവൻ തന്നെ ചെങ്കടലാക്കിക്കൊണ്ട് മറ്റൊരു തൃശ്ശൂർ പൂരം തീർക്കുകയാണ് LDF. ഇവിടെ തൃശ്ശൂർ എല്ലാ കൊട്ടിക്കലാശ കേന്ദ്രങ്ങളിലും ചാവക്കാട് പ്രധാന കേന്ദ്രത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ മുഴുവനായി തന്നെ LDF പ്രവർത്തകർ വളഞ്ഞിരിക്കുന്നു. UDF പ്രവർത്തകർക്ക് ചാവക്കാട് നഗരത്തിലേക്ക് കടക്കാൻ കഴിയാത്ത രീതിയിൽ വലിയ ജനപങ്കാളിത്തം കൊണ്ട് തൃശ്ശൂരിനെ ചുവപ്പിക്കുന്നവരുമാണ് LDF പ്രവർത്തകരാണ്. ഏതായാലും വ്യക്തമാണ്, VS അഭിറാമാണ് തൃശ്ശൂരിൽ ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെ LDF ജാഥയ്ക്ക് നേരെ RSS പ്രകോപനമുണ്ടായിരിക്കുന്നു, അക്രമം നടന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നു. രാജ്കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രാജ്കുമാർ, വലിയ ആവേശത്തിൽ കലാശക്കൊട്ട് നടക്കുന്ന വേദികളിൽ എങ്ങനെയാണ് ഈ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്? എന്താണ് അവിടെ കരുനാഗപ്പള്ളിയിൽ സംഭവിച്ചത്? കരുനാഗപ്പള്ളി സിവിൽ സ്റ്റേഷന്റെ മുന്നിലായിരുന്നു കൊട്ടിക്കലാശം നടന്നത്. കൊട്ടിക്കലാശം നടന്നുകൊണ്ടിരിക്കെ അമ്പലത്തിന് സമീപത്ത് നിന്ന് RSS പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായി. ആക്രമണത്തിൽ ചിന്നിച്ചിതറി പലരും പല വഴി ചിതറിപ്പോയി. പിന്നീടായിരുന്നു വലിയ സംഘർഷത്തിലേക്ക് പോയത്. UDF, LDF, BJP തമ്മിൽ ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയി. ഒടുവിൽ പോലീസ് ലാത്തി ചാർജ് ചെയ്യുകയായിരുന്നു. നിരവധി വാഹനങ്ങൾ തകർന്നിട്ടുണ്ട്. വാഹനങ്ങൾ ചിലർ തകർക്കുകയും ചെയ്തു. ഒരു RSS പ്രവർത്തകൻ കരുനാഗപ്പള്ളി സ്വദേശി ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. നിരവധി പേർക്കായി പോലീസ് തെരച്ചിൽ ആരംഭിച്ചു. ഇപ്പോഴും അവിടെ സംഘർഷം നിന്നും കരുനാഗപ്പള്ളി മുക്തമായിട്ടില്ല. അവിടെ ഒരു ഭാഗത്ത് ഇടതുമുന്നണി പ്രവർത്തകർ മാറി നിൽക്കുന്നു, ഒരു ഭാഗത്ത് UDF, മറുഭാഗത്ത് BJP നിൽക്കുന്നു. BJP പ്രവർത്തകർ, RSS പ്രവർത്തകരാണ് ആദ്യം ആക്രമണത്തിന് അമ്പലത്തിന്റെ സമീപത്ത് നിന്ന് കല്ലെറിഞ്ഞത്. ഇതിനെ തുടർന്നാണ് ഇത് സംഘർഷത്തിലേക്ക് പോയതും കൂട്ടയടിയിലേക്ക് കലാശിക്കുകയും ചെയ്തത്. ഏതായാലും രാജ്കുമാർ, ഈ കരുനാഗപ്പള്ളിയിൽ ഇങ്ങനെ കല്ലെറിയുന്നത് വേണ്ട എന്തെങ്കിലും പ്രകോപനം ഇതിനു മുമ്പ് കലാശക്കൊട്ടിന് മുമ്പ് സംഭവിച്ചിരുന്നു? അതോ ഒരു പ്രകോപനവും ഇല്ലാതെ ജാഥകൾക്ക് നേരെ അമ്പലത്തിനുള്ളിൽ നിന്ന് കല്ലെറിയുന്ന സാഹചര്യം ഉണ്ടാവുകയാണോ ചെയ്തത്? കൊല്ലം ജില്ലയിൽ പൊതുവെ ഇത് കരുനാഗപ്പള്ളി എന്ന് പറയുമ്പോൾ ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമാണ്. ആരിഫ് ഉൾപ്പെടെയുള്ള ജാനിമോൾ ഉസ്മാൻ ഉൾപ്പെടെയുള്ളവർ മത്സരിക്കുന്ന സ്ഥലമാണ് ആലപ്പുഴ. ഈ ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുന്ന കരുനാഗപ്പള്ളിയിലെല്ലാം ശാന്തമായിട്ടാണ് കാര്യങ്ങൾ പോയിരുന്നത്. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലും അതുപോലെയായിരുന്നു. മറ്റ് സംഘർഷങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നില്ല. ഏതെങ്കിലും പൂർവ്വവൈരാഗ്യമോ പ്രശ്നങ്ങളോ ഉള്ളതായി അറിയില്ല. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനായുള്ള ഒരു ശ്രമമാണെന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും അവിടെ ഇടതുമുന്നണി പ്രവർത്തകർ കലാശക്കൊട്ട് നടത്തിക്കൊണ്ടിരിക്കുക, വളരെ ആവേശപൂർവ്വമായി എല്ലാവരും പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. കരുനാഗപ്പള്ളിയിൽ RSS പ്രവർത്തകരുടെ ആക്രമണം ഉണ്ടായതും കല്ലെറുണ്ടായതും തുടർന്നാണ് ഇത് സംഘർഷത്തിലേക്ക് പോയത്. പിന്നീട് കണ്ണി കണ്ടവരെല്ലാം തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. കൈവിട്ട് പോകുന്നുള്ള ഒരു സ്ഥിതി വിശേഷം വന്നപ്പോഴാണ് പോലീസ് ഇടപെടുന്നതും ലാത്തി ചാർജ് ചെയ്യുന്നതും. ലാത്തി വീശി എല്ലാവരെയും തുരത്തി ഓടിക്കുകയായിരുന്നു. നിരവധി പേർക്ക് കല്ലേറിലും പരിക്കേറ്റിട്ടുണ്ട്. വാഹനങ്ങൾ അടിച്ചു തകർത്തിട്ടുണ്ട്. ഒരു RSS പ്രവർത്തകൻ ബിനീഷിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ശരി രാജ്കുമാർ, വിശദാംശങ്ങൾ വ്യക്തമാണ്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കർശന നിർദ്ദേശപ്രകാരം കലാശക്കൊട്ടിന്റെ സമയം പൂർണ്ണമായിരിക്കുന്നു. 6 മണിക്കാണ് ഇപ്പോൾ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുന്നു. കഴിഞ്ഞ 1.5 മാസക്കാലമായി മുന്നണികളും പാർട്ടി പ്രവർത്തകരും വോട്ടർമാരോട് സംവദിച്ച കാര്യങ്ങൾ ഇനി പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഒരു ദിവസം മാത്രം ബാക്കി. എല്ലാ ആവേശത്തിലുമാണ് പ്രവർത്തകരും മുന്നണികളും. വിവിധ മണ്ഡലങ്ങളിൽ നിന്നുള്ള വിശദാംശങ്ങളും പൊതുചിത്രങ്ങളുമാണ് ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്.